വചനലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ പിന്തുടരാവൂ. ഈ വിഷയം നമ്മൾ ഇന്ന് ചിന്തിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാവുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. പിന്നെന്താണ് വേണ്ടുന്നത്? സ്വോത്രം അത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദിവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനെ മാത്രം പിന്തുടരുക. ഇന്ന് ലോകത്തിൽ വിജയിച്ചിട്ടുള്ളവർ എല്ലാവരും ആഗ്രഹിക്കുന്നതിനെ പിന്തുടർന്നത് കൊണ്ടാണ് അവർ വിജയിച്ചിട്ടുള്ളത്. കാട്ടിൽ നമുക്ക് അനേകം മൃഗങ്ങളെ കാണാം. വലിപ്പം കൊണ്ട് ഏറ്റവും വലുത് ആനയാണ്. ഉയരം കൊണ്ട് ഏറ്റവും വലുത് ജിറാഫാണ്. ബുദ്ധി കൊണ്ട് ഏറ്റവും വലുത് പാമ്പാണ്, അല്ലെ? യേശുക്രിസ്തു പറഞ്ഞത് പാമ്പിനെ പോലെ ബുദ്ധി. നിഷ്കളങ്കത കൊണ്ട് ഏറ്റവും വലുത് പ്രാവാണ്. ഇപ്രകാരമുള്ള ജീവികളൊക്കെ കാട്ടിലുള്ളപ്പോൾ കാട്ടിലെ രാജാവ് സിംഹമാണ്. എന്താണ് അതിന് കാരണം? അതിൻ്റെ ആറ്റിറ്റ്യൂഡ് ഉന്നതമാണ്. അതിനെന്താണോ വേണ്ടുന്നത് അതിനെ മാത്രമേ അത് പിന്തുടരൂ. അതൊരു മൃഗത്തെയും വെറുതെ ദ്രോഹിക്കുന്ന ഒരു മൃഗമല്ല സിംഹം. തൻ്റെ ആഹാരത്തിനു വേണ്ടി താൻ ഏതു മൃഗത്തെ ഫോക്കസ് ചെയ്തോ അതിനെ മാത്രം മുന്നിൽ കണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഓടി ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്നവനാണ് സിംഹം. അതുകൊണ്ടാണ് സിംഹം കാട്ടിലെ രാജാവ്. നമ്മുടെ കയ്യിൽ അല്പം രൂപ കിട്ടിയാൽ ഒരു അലമാര വാങ്ങിക്കണമെന്ന് വലിയ ആഗ്രഹമായി. ഈ ആഗ്രഹത്തിൽ 20,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിച്ചു കൊടുക്കാം. യഥാർത്ഥ ലക്ഷ്യബോധമുള്ളൊരു വ്യക്തി മറ്റു ഒന്നിലും ശ്രദ്ധ മാറ്റിക്കളയാതെ ആ ലക്ഷ്യത്തെ മാത്രം മുന്നിൽ കണ്ട കിട്ടിയ പൈസ കൊണ്ട് ആ ലക്ഷ്യം പ്രാപിച്ചല്ലെങ്കിൽ വാങ്ങിച്ചെടുക്കും. എന്നാൽ മറ്റൊരു കൂട്ടരാട്ട് അലമാര വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. പോകുന്നിടയിൽ നല്ലൊരു ചുടിദാർ കണ്ടു, ചുടിദാർ വാങ്ങിച്ചു. വഴിയിൽ ഐസ്ക്രീം കണ്ടു, ഐസ്ക്രീം വാങ്ങിച്ചു. അങ്ങനെ പലതും വാങ്ങിച്ച് അവിടെ ചെന്നപ്പോൾ അലമാരയുടെ പൈസ അവരുടെ കയ്യിൽ വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാതായി. എന്താണ് കാരണം? അവരെന്താണോ ആഗ്രഹിച്ചത് അതിനെ അവർ പിന്തുടർന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനെ മാത്രം പിന്തുടരുക. പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിച്ചത് ഒന്ന് മാത്രം: മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം. ആ യാത്രയിൽ തന്നെ പലതും മാടി വിളിച്ചു. തൻ്റെ പിതൃസ്വത്ത്, ആഡംബര ജീവിതം, ഉന്നത വിദ്യാഭ്യാസത്തിൽ കൂടെയുള്ള നല്ല ബിസിനസ് സാമ്രാജ്യം, ജോലി, വരുമാനം, പലതും തന്നെ മാടി വിളിച്ചു. ലോകത്തിന്റെ ഇമ്പങ്ങൾ, ഇച്ഛകൾ, ആഗ്രഹങ്ങൾ, വിചാരങ്ങൾ, വികാരങ്ങൾ തന്നെ മാടി വിളിച്ചു. പക്ഷേ തൻ്റെ ലക്ഷ്യം ഉന്നതമായതുകൊണ്ട്, നിത്യതയാണ് തൻ്റെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലാണ് തൻ്റെ കണ്ണ് ഫോക്കസ് ചെയ്തത് കൊണ്ട് താൻ മാടി വിളിച്ചതിലേക്കൊന്നും പോയില്ല. ആ ലക്ഷ്യത്തിനു വേണ്ടി ഓടി. ഇവിടെ പൗലോസ് സൂചിപ്പിക്കുന്നത് ലക്ഷ്യത്തിനു വേണ്ടി വേണ്ടിയത് എന്താണോ അതിനു വേണ്ടി നിങ്ങൾ പിന്തുടരണം. ആ യാത്രയിൽ ഈ ലോകത്തിൽ പലതും നടക്കും. ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം, ഇങ്ങനെയൊന്നും ഈ ലക്ഷ്യത്തിന് വേണ്ടി, നിത്യത എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങനെയുള്ള പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. പിന്നെയോ ചീത്തത്തരം, പൊട്ടച്ചൊല്ല്,
കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. പിന്നെന്താ വേണ്ടത്? സ്വോത്രം അത്ര വേണ്ടത്. നമ്മൾ ഉന്നതമായ ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. ആ ലക്ഷ്യം മാത്രമാണ് നമ്മുടെ കൺമുമ്പിൽ. ആ ലക്ഷ്യത്തോടനുബന്ധിച്ചാണ് നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആ ലക്ഷ്യബോധത്തിലാണ് നമ്മൾ ഈ ഭൂമിയിൽ യാത്ര ചെയ്യുന്നത്. ഈ ലക്ഷ്യബോധത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അത് അല്പം മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ അടുത്ത് പറയാണ് ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇതിന്റെ അർത്ഥം തമാശ പറയരുതെന്നല്ല. മറ്റുള്ളവർക്ക് വേദന വരാത്ത രീതിയിൽ, ദോഷം വരാത്ത രീതിയിൽ, ആർക്കും ദോഷം വരാത്ത രീതിയിൽ തമാശ പറയുന്നതുകൊണ്ട് തെറ്റില്ല. എന്നാൽ ചീത്ത കൂട്ടിയുള്ള തമാശകൾ, വൃത്തികേട് കൂട്ടിയുള്ള തമാശകൾ, ഒരു ദൈവമകന് യോഗ്യമല്ലാത്ത സംസാരങ്ങൾ, അവരെക്കുറിച്ച് ഇവരെക്കുറിച്ചും നുണപറച്ചിലുകൾ, അവരെക്കുറിച്ച് ഇവരെക്കുറിച്ചുള്ള അപവാദം പറച്ചിലുകൾ, ഇങ്ങനെ യോഗ്യമല്ലാത്തതൊന്നുമല്ല നമുക്ക് വേണ്ടുന്നത്. യോഗ്യമായ ഒന്നാണ് സ്വോത്രം. സ്വോത്രം എന്താണ് ഇതിന്റെ അർത്ഥം? നന്ദി. ദൈവം തരുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. ദൈവം തന്ന പരിമിതമായ അനുഭവത്തിനും ഉന്നതമായ അനുഭവത്തിനും നന്ദി. എൻ്റെ യേശു എനിക്ക് തന്ന എല്ലാ സാഹചര്യങ്ങൾക്കും അനുഭവങ്ങൾക്കും നന്ദി, 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 നന്ദി. സ്വോത്രം. പരാതി പറച്ചിലല്ല വേണ്ടുന്നത്, കുറ്റം പറച്ചിലല്ല വേണ്ടുന്നത്, അതും ഇതും പറച്ചിലല്ല വേണ്ടുന്നത്, അവിടെ ഇവിടെ സമയം കളയുകയല്ല ചെയ്യേണ്ടത്. പിന്നെയോ സ്വോത്രം അത്രേ വേണ്ടത്. അടുത്ത പറയാണ് ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദിവ്യാഗ്രഹി. ഈ ബിംബങ്ങൾ ഉണ്ടാക്കി മാത്രം ആരാധിക്കുന്നവരല്ല വിഗ്രഹാരാധി. പിന്നെയോ ദ്രവ്യത്തോടുള്ള ആഗ്രഹം, അമിതമായ ദിവ്യാഗ്രഹി. ഈ ദിവ്യാഗ്രഹി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവത്തോട് കൂടെ ആഗ്രഹം, അല്ലെങ്കിൽ പണക്കാർക്ക് മാത്രമാണ് ദ്രവ്യാഗ്രഹം. അല്ല, എല്ലാം കിട്ടണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നവർ, സർക്കാരിൽ നിന്നെല്ലാം എനിക്ക് കിട്ടണം, മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് കിട്ടണം, അങ്ങനെ ആഗ്രഹം വെച്ച് പുലർത്തുന്നവരെല്ലാം ദിവ്യാഗ്രഹികളാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ദിവ്യാഗ്രഹിയല്ല. ദൈവത്തിൽ നിന്ന് നമ്മൾ എന്തും ആഗ്രഹിക്കാവും. ദൈവത്തിൽ നിന്ന് ഒരു ഭവനം ആഗ്രഹിക്കാവൂ, ദൈവത്തിൽ നിന്ന് ഒരു വാഹനം ആഗ്രഹിക്കാവൂ, ദൈവത്തിൽ നിന്ന് നന്മ ആഗ്രഹിക്കാവൂ. ദൈവത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരിക്കലും ദ്രവ്യാഗ്രഹത്തിന്റെ ഗണത്തിൽ പെടുകയില്ല. അങ്ങനെ വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. പിന്നെയോ ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെ രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുമല്ലോ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളവർക്കൊന്നും, ലക്ഷ്യബോധം ഇല്ലാത്തവർക്കൊന്നും ക്രിസ്തുവിന്റെ രാജ്യത്തിന് അവകാശമില്ല. അതുകൊണ്ട് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്തിനെയാണോ അതിനെ പിന്തുടരുക. നിത്യതയാണ് നിങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നതെങ്കിൽ അതിനെ മാത്രം പിന്തുടരുക. നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആ പർച്ചേസിങ് മാത്രമേ നടക്കൂ. അതായത് നിത്യതയെ ഉത്തേജിപ്പിക്കുന്ന, നിത്യതയുടെ ജീവിതത്തെ ഉത്തേജിപ്പിക്കുന്ന നല്ല പുസ്തകങ്ങൾ പർച്ചേസ് ചെയ്യുക, നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട നല്ല വചനം കേൾക്കുക, നിത്യതയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ജീവിതം, നിത്യത കൂടുതൽ പഠിപ്പിക്കുന്ന കൂട്ടായ്മ, ദൈവവചന സത്യം, യഥാർത്ഥമായ ദൈവവചന സത്യം പഠിപ്പിക്കുന്ന കൂട്ടായ്മ, ആ കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെട്ടു പോവുക. നിങ്ങളെ നിത്യതയാണ് ഉത്തേജിപ്പിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, പലരും ചില തെറ്റായ ധാരണകൾ പരത്തിയിരിക്കുന്നു. ആ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് നിത്യത കിട്ടത്തുള്ളൂ. അങ്ങനെ വചനമൊന്നും പറയത്തില്ല. ലാസർ സ്വർഗരാജ്യം പ്രാപിച്ചത് ദരിദ്രനായതുകൊണ്ടല്ല, തന്റെ ഹൃദയം താഴ്ത്തി ദൈവത്തെ വിളിച്ച് ദൈവത്തെ സേവിച്ചത് കൊണ്ടാണ്. ദരിദ്രരെല്ലാം സ്വർഗരാജ്യത്തിൽ പോവുമെങ്കിൽ ഇവിടുത്തെ തെണ്ടക്കാരും ധർമ്മക്കാരും ഒക്കെയാണല്ലോ സ്വർഗരാജ്യത്തിൽ പോകുന്നത്. ധനികർക്ക് സ്വർഗരാജ്യം ഒരിക്കലും യേശു അടച്ചു വെച്ചിട്ടില്ല. യേശുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഏവർക്കും സ്വർഗരാജ്യം ഓപ്പൺ ആക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് വേണ്ടി വേർതിരിയപ്പെട്ടവർ ഈ ഭൂമിയിൽ കഷ്ടവും ദുരിതവും അനുഭവിക്കണമെന്നുള്ള തെറ്റായ പഠിപ്പിക്കൽ തെറ്റാണ്. യേശു നമ്മെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്തുണ്ട്? കഷ്ടമുണ്ട്. അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുകയല്ല യേശു ചെയ്തത്. എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. മാനുഷികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എനിക്കും നിങ്ങൾക്കും എല്ലാം ഉണ്ടാകും. അതാണ് യേശു പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ആ മാനുഷിക ബുദ്ധിമുട്ടുകളെ
യേശു എന്ന പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ, വചനത്തിന്റെ ശക്തിയാൽ നമ്മൾ ജയിക്കും. ഈ ഭൂമിയിൽ ക്രിസ്തു തന്റെ യാഗത്തിൽ കൂടെ നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്ന ആ സൗഖ്യത്തിൽ നമ്മൾ ജീവിക്കും, ആ അനുഗ്രഹത്തിൽ നമ്മൾ ജീവിക്കും. മാത്രമല്ല, അനുഗ്രഹത്തിന്റെ അവസാനം നിത്യം നമ്മൾ പ്രാപിക്കും. ഇതാണ് വിശ്വാസം. ഈ സത്യവചനം നിങ്ങൾ പഠിക്കണം, ഗ്രഹിക്കണം. എന്തിനു വേണ്ടിയാണ് നമ്മൾ വേർതിരിയപ്പെട്ടത്? അതിനുവേണ്ടി നിലകൊള്ളണം, ആ സത്യത്തിൽ ഉറച്ചു നിൽക്കണം. അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ.